നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിലെ 3 ലോകസഭാ മണ്ഡലങ്ങളിലും, അതായത് തൃശൂർ ജില്ലയിലെ 3 ലോകസഭാ മണ്ഡലങ്ങളിലും സ്ത്രീജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വിജയത്തിൽ നിർണായകമാകും. എല്ലാ മണ്ഡലങ്ങളിലും പുരുഷന്മാരെക്കാൾ 40,000-ലേറെ വോട്ടുകളുമായി സ്ത്രീകളാണ് മുന്നിലുള്ളത്. തൃശൂരിൽ ആകെയുള്ള 14,83,055 വോട്ടിൽ 66,401 ഭൂരിപക്ഷത്തോടെ സ്ത്രീ വോട്ടർമാരാണ് മുന്നിലുള്ളത്. 7,80,317 പുരുഷ വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 20 ട്രാൻസ്ജെൻഡറുകളാണ് ഉള്ളത്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന ആലത്തൂരിൽ 13,37,496 വോട്ടർമാരും തൃശൂർ, എറണാകുളം ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന ചാലക്കുടിയിൽ 13,10,529 വോട്ടർമാരുമാണുള്ളത്. 2 മണ്ഡലങ്ങളിലും 40,610ഉം 41,814 എന്നിങ്ങനെ ഭൂരിപക്ഷവുമായി ബഹുദൂരം മുന്നിലാണ് സ്ത്രീ വോട്ടർമാർ. 3 മണ്ഡലങ്ങളിലും നിർണായകം സ്ത്രീ വോട്ടർമാരുടെ നിലപാടുകളാണ്. കൂടുതൽ മണലൂരിൽ തൃശൂർ ലോകസഭാ മണ്ഡലത്തിൽ കൂടുതൽ വോട്ടർമാരാണ് ഉള്ളത്. മണലൂർ നിയോജക മണ്ഡലത്തിലാണിത്. 2,28,706 വോട്ടർമാർ. കുറവ് തൃശൂരിൽ 1,89,246 വോട്ടർമാർ. ആലത്തൂർ ജില്ലയിലെ വോട്ടർമാർ വടക്കാഞ്ചേരി 2,17,221, ചേലക്കര 2,20,283, കുന്നംകുളത്ത് 2,01,196, ചാലക്കുടിയിൽ വോട്ടർമാരുടെ എണ്ണം 1,77,825. അങ്ങനെ നീളുകയാണ് എണ്ണം. സ്ത്രീഹിതം, ജനഹിതം ആലത്തൂരിൽ 13,37,496, പുരുഷന്മാർ 6,48,437, സ്ത്രീകൾ അവിടെ വരുന്നത് 6,89,047 പേരുമാണ്. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ അവിടെ 13,10,529 പുരുഷന്മാരുള്ളപ്പോൾ 6,34,347 സ്ത്രീകളാണുള്ളത്. 6,76,161 പ്രവാസി വോട്ടർമാരും ഉണ്ട്. ചാലക്കുടിയിൽ ആകെ 13,10,529 വോട്ടർമാരിൽ പുരുഷന്മാർ 6,34,337 പേരും സ്ത്രീകൾ അവിടെ 6,76,161 പേരുമാണുള്ളത്. പ്രവാസി വോട്ടർമാർ അവിടെ 4,018 പേരാണ് ഉള്ളത് എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും സ്ത്രീകൾ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക ആരായിരിക്കാം ഇവിടെ മുൻപന്തിയിലേക്ക് വരിക, ആരായിരിക്കും എന്ന കാര്യത്തിൽ അടക്കമുള്ളതിൽ സ്ത്രീകൾ തന്നെ തീരുമാനിക്കും.